കാനഡയുമായുള്ള എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി കാനഡ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ നീക്കം. കാനഡയുടെ നീക്കത്തിൽ US ടെക് കമ്പനികൾക്ക് $3 ബില്യൺ അധിക ചെലവ് ഉണ്ടാക്കുമെന്നാണ് നിഗമനം. ക്ഷീരോൽപ്പന്നങ്ങൾക്ക് വർഷങ്ങളായി 400% വരെ തീരുവ ഈടാക്കുന്ന വ്യാപാരം ചെയ്യുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യമായ കാനഡ ഇപ്പോൾ അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്കുമേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി പ്രഖ്യാപിച്ചു. ഇത് രാജ്യത്തിനെതിരായ പ്രത്യക്ഷവും നഗ്നവുമായ ആക്രമണമാണ്. സമാനമായി നികുതി ഈടാക്കുന്ന യൂറോപ്യൻ യൂണിയനെ അവർ അനുകരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ നിലവിൽ തങ്ങളുമായി ചർച്ച ചെയ്യുകയാണ്. ഈ നികൃഷ്ടമായ നികുതിയുടെ അടിസ്ഥാനത്തിൽ കാനഡയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഞങ്ങൾ ഇതിനാൽ അവസാനിപ്പിക്കുന്നുവെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞു. അമേരിക്കയുമായുള്ള വ്യാപാരത്തിന് നൽകേണ്ടി വരുന്ന തീരുവ അടുത്ത 7 ദിവസത്തിനുള്ളിൽ കാനഡ അറിയിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിന് മുൻകൈയെടുത്തെന്ന് ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുമായുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ നിർദ്ദേശം നൽകിയപ്പോൾ അവർ യുദ്ധം നിർത്തുവാൻ സമ്മതിച്ചുവെന്നും തന്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം അവസാനിപ്പിച്ചതെന്നും ട്രംപ് അവകാശപ്പെട്ടു. ജന്മാവകാശ പൗരത്വ കേസിൽ കീഴ്ക്കോടതികളുടെ അധികാരം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച സുപ്രീം കോടതി വിധിക്ക് ശേഷം വൈറ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരുപക്ഷെ ആണവായുധ യുദ്ധം തന്നെ ഉണ്ടായേനെ. യുദ്ധം തുടർന്നാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എല്ലാ കരാറുകളും നിർത്തുവാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. അതിനുശേഷം അവർ വഴങ്ങുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചെയ്ത ഒരു പ്രസിഡന്റ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എനിക്കറിയില്ലെന്നും ട്രംപ് പറഞ്ഞു. 2025 ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ 26 സാധാരണക്കാരെ കൊലപ്പെടുത്തിയതിന്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ത്യ പാകിസ്ഥാനിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടികൾ ആരംഭിച്ചത്. മെയ് 6-7 ദിവസങ്ങളിൽ ഇന്ത്യൻ സായുധ സേന നടത്തിയ വ്യോമ മിസൈൽ ആക്രമണങ്ങളുടെ പരമ്പരയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 9 പാകിസ്ഥാൻ തീവ്രവാദ അടിസ്ഥാന സൗകര്യ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇത്. ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള തീവ്രവാദ ഗ്രൂപ്പുകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-തോയ്ബ ഭീകര ക്യാമ്പുകളും ഇന്ത്യ തകർത്തു. മെയ് 10 ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ധാരണയിലെത്തിയത്. മധ്യസ്ഥത വഹിച്ചതായി ട്രംപ് പലതവണ അവകാശപ്പെട്ടുവെങ്കിലും ഇന്ത്യ ഇതും നിഷേധിച്ചു. ഇരു സൈന്യങ്ങളുടെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ചർച്ചകളെ തുടർന്നാണ് വെടിനിർത്തലിന് ധാരണയായതെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ട്രംപുമായി 35 മിനിറ്റ് നീണ്ട ഫോൺ സംഭാഷണത്തിൽ മധ്യസ്ഥത ഇന്ത്യ ഒരിക്കലും അംഗീകരിക്കില്ലെന്നും സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന പ്രകാരമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി.